അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. ഓക്കെ, അക്കൗണ്ടിങ് കൺവെൻഷൻ അല്ലേ, ഇത് ഏതിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് പറഞ്ഞത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ അണ്ടറിൽ വരുന്ന രണ്ട് കാറ്റഗറി ഏതൊക്കെയായിരുന്നു? അക്കൗണ്ടിങ് കോൺസെപ്റ്റും അക്കൗണ്ടിങ് കൺവെൻഷൻസും. അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി അല്ലേ 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ്. ഫസ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻ ഏതായിരുന്നു? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം അല്ലേ. സെക്കൻഡ് വൺ ഏതായിരുന്നു? കൺസിസ്റ്റൻസി. തേർഡ് മെറ്റീരിയാലിറ്റി. ലാസ്റ്റ് വൺ ഫുൾ ഡിസ്ക്ലോഷർ. അപ്പോൾ അങ്ങനെ 4 കൺവെൻഷൻസാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് കൺവെൻഷൻ ഏതാണ്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. എന്താ പറയുന്നത്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം എന്ത് പറയുന്നുണ്ട്? ദ കൺസർവേറ്റിസം കൺവെൻഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടൻസ് should anticipate and record losses but not record gains until they are realized. അക്കൗണ്ടൻസിനോട് പറയാണ് എന്ത്? ആൻറ്റിസിപ്പേറ്റ് ആൻഡ് റെക്കോർഡ് ലോസസ് ബട്ട് നോട്ട് റെക്കോർഡ് ഗെയിൻസ് അണ്ടിൽ ദേ ആർ റിയലൈസ്ഡ്. എന്താ പറയണത്? ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. എന്താ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക പറഞ്ഞാൽ മുൻകൂട്ടി കാണാം. ആൻഡ് റെക്കോർഡ് എന്ത്? ലോസസ് അല്ലേ. അതായത് വരുന്ന ലോസസ് അല്ലെങ്കിൽ മുൻകൂട്ടി കാണുന്ന ലോസസ് നിങ്ങൾ എന്ത് ചെയ്തോളി? ബുക്സിൽ റെക്കോർഡ് ചെയ്തോളി. ഓക്കെ, നമ്മളെ ഫിനാൻഷ്യലി റെക്കോർഡ് ചെയ്തോളി. ബട്ട് നോട്ട് റെക്കോർഡ് ഗെയിൻസ് അണ്ടിൽ ദേ ആർ റിയലൈസ്ഡ്. പക്ഷേ എന്ത് റെക്കോർഡ് ചെയ്യണ്ട? മുൻകൂട്ടി കാണുന്ന ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ് ഇതെന്ത് ചെയ്യാൻ പോകണ്ട? റെക്കോർഡ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസത്തിനകത്ത് എന്താ പറയുന്നത്? മുൻകൂട്ടി കാണുന്ന ലോസസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലേ, നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഇയർ 2025 നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർഷം നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് ഇയർ അറിയുമ്പോൾ 2026 അല്ലേ നമുക്ക് നമ്മളെ കമ്പനിക്ക് ഒരു ലോസ് വരുന്നില്ലത് അല്ലെങ്കിൽ വരും എന്ന കാര്യം നമുക്ക് ഈ വർഷം 2025 തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ലോസ് നിങ്ങൾ എന്ത് ചെയ്തോളിയും? ബുക്കിൽ റെക്കോർഡ് ചെയ്തോളി എന്നാണ് പറയുന്നത്. ബുക്കിൽ റെക്കോർഡ് ചെയ്തോളി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് അഗെയിൻസ്റ്റ് ആയിട്ടില്ലേ എന്ത് ചെയ്യേണ്ടി വരും? എൻട്രി പാസ് ചെയ്യേണ്ടി വരും. ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്തത് കാണിക്കേണ്ടി വരും അല്ലേ. ഇനി സെയിം എക്സാമ്പിൾ തന്നെ ഒരു ഇങ്കാണ്. നമ്മൾ നിൽക്കുന്ന ഇയർ 2025 ആണ്. ഓക്കെ, 2026 നമുക്കൊരു ഇൻകം അല്ലെങ്കിൽ ഒരു ഗെയിൻ വരുന്നില്ല കാര്യം. ഓക്കെ, 2026 ഇൻകം വരുന്നില്ലത് 25 ഇപ്പോൾ നമ്മൾ അറിയാണ്. ഓക്കെ ആണോ? അത് പോയിട്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യണ്ട എന്നാണ് ഇവിടെ പറയുന്നത് കൺസർവേറ്റിസം പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക? ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക നോക്കട്ടോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കമ്പനീൻ്റെ 4 വർഷത്തെ ഡാറ്റ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെ ഇയേഴ്സാണ് നമ്മൾ നിൽക്കുന്ന ഇയർ? കറൻറ്റ് ഇയർ ഏതാണ്? 2025. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ ഏതൊക്കെ ആയിരിക്കും? 2024, 23, 22. ഓക്കെയാണടാ. ശ്രദ്ധിക്കുക. ഈ കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ 3 വർഷം. ഓക്കെ, കഴിഞ്ഞ 3 വർഷം എന്ന് പറയുമ്പോൾ 2024, 23, 22 വർഷങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാഡ് അപ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? ബാഡ് അപ്റ്റ് വരുന്നുണ്ട്. എന്താണ് ബാഡ് അപ്റ്റ് പറഞ്ഞാൽ? കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവാം? ഈ പ്രീവിയസ് ഇയറിലൊക്കെ ഗുഡ്സ് അല്ലേ സെയിൽ ചെയ്തിട്ടുണ്ടാവാം. എന്ത് സെയിൽ? ക്രെഡിറ്റ് സെയിൽ അല്ലേ. കസ്റ്റമേഴ്സിന് കടത്തിന് ഗുഡ്സ് വിറ്റിട്ടുണ്ടാവും. ഇല്ലടാ, ക്രെഡിറ്റിന് വിറ്റിട്ടുണ്ടാവും. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സ് നമുക്ക് പൈസ തരാനാവും. ഓക്കെ, അങ്ങനെ തരാനുള്ള പൈസ അല്ലേ ഈ 3 വർഷങ്ങളിലും കുറേ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടാതെ പോകുന്നുണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ബാഡ് അപ്റ്റ് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ 3 വർഷം എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് ബാഡ് അപ്റ്റ് വരുന്നുണ്ട്. എത്രയ്ക്ക് വന്നത്? 22 ഒരു 15,000, 23 14,000, 24 ഒരു 16,000 എന്ത് ചെയ്തിട്ടുണ്ട്? ബാഡ് അപ്റ്റ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു 3 വർഷം വന്നു. ഇനി 2025 അഗെയിൻ 25 എന്ത് വന്നു? ബാഡ് അപ്റ്റ് വന്നു. എത്ര? 13,000 13,000 2025 നമ്മളെ കറൻറ്റ് ഇയറിലും വന്നു. ഓക്കെ ആണടാ. അപ്പോൾ ഇവിടെ ആവറേജ് അല്ലേ, ഒരു ആവറേജ് എത്ര രൂപേൻ്റെ ബാഡ് അപ്റ്റ് വരുന്നുണ്ട്? ഇങ്ങനെ ആവറേജ് കാണാം. എന്ത് ചെയ്താൽ മതി? ഈ 4 വർഷത്തിൻ്റെ ആവറേജ് എടുത്തു. എത്ര വരും? ഒരു 14,500 എന്ത് വരുന്നുണ്ട് നമുക്ക്? ഒരു ആവറേജ് രീതിയിൽ ബാഡ് അപ്റ്റ് എല്ലാ വർഷവും വരുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2025 അല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം അല്ലടാ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യും? ഇൻകം കാണിക്കും അല്ലേ. എക്സാമ്പിൾ ഇൻകം എത്രയുണ്ട്? ഒരു 2,40,000 നമുക്ക് ഈ വർഷം ഇൻകം വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് കുറക്കുകയാണ്? എക്സ്പെൻസസ് കുറക്കുകയാണ് അല്ലേ. എക്സ്പെൻസ് പറയുമ്പോൾ ഏത് എക്സ്പെൻസും ആവാം, റെൻ്റ് ആവാം അല്ലേ, സാലറി ആവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസ് കുറച്ചു. എത്രയുണ്ട്? ഒരു 1,60,000. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ നിന്ന് എക്സ്പെൻസ് കുറച്ചു. എക്സ്പെൻസ് മാത്രം കുറച്ചാൽ മതിയോ? പോരാ, എന്തുകൂടെ കുറക്കണം? നമ്മളെ കറൻറ്റ് ഇയറിൽ ഈ എക്സ്പെൻസിനകത്ത് ബാഡ് അപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഈ 13,000 ബാഡ് അപ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് കൂട്ടാതെയാണ് ഈ എക്സ്പെൻസ് എന്ത്
1,60,000. ഓക്കെ, ഈ ബാഡ് ഡെപ്റ്റർ എന്താണ്? ലോസ് ആണ് അല്ലേ? അപ്പോൾ ഇത് എക്സ്പെൻസ്, ഇത് ലോസ്. അപ്പോൾ ഈ ലോസും നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷത്തെ ലോസ് തന്നെയല്ലേ, അതും നമ്മൾ ഇങ്ങനത്തെ നിന്ന് കുറച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് പ്രോഫിറ്റ് കിട്ടുക അല്ലേ? നെറ്റ് പ്രോഫിറ്റ് കിട്ടുക, കറക്റ്റ് എക്സാക്റ്റ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ 2,40,000 ആണ് എന്ത്? ഇൻകം. എക്സ്പെൻസ് 1,60,000. ഇനി ഈ വർഷം നമുക്ക് 2025 എന്ത് വന്നിട്ടുണ്ട്? ഒരു നഷ്ടം വന്നിട്ടുണ്ട്. എന്ത് നഷ്ടം? ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നഷ്ടം വന്നിട്ടില്ലടാ. നമുക്ക് കിട്ടാനുണ്ടായിരുന്നൊരു എമൗണ്ട്. ഓക്കെ, അത് ഇനി കിട്ടുമോ? ഇല്ല, അത് ബാഡ് ഡെപ്റ്റായി. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷം കാണിക്കണം. 13,000. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എത്ര വരിക? 67,000 വരും. ഇതാണ് നമ്മൾ കൺസർവേറ്റിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? പ്രോഫിറ്റ് ലോസ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല. 60,000 പ്രോഫിറ്റ്. ഓക്കെ, അത് നോർമൽ കേസാണ്. കൺസർവേറ്റീവ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാത്ത രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണ്? 67,000 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? കൺസർവേറ്റിസം അപ്ലൈ ചെയ്യണം കേട്ടോ, ശ്രദ്ധിച്ചോളിയും. അപ്പോൾ എങ്ങനെയാണ്? കമ്പനിക്ക് എന്ത് വന്നിട്ടുണ്ട്? ഈ 4 വർഷം അല്ലെ 3 വർഷം, പ്രീവിയസ് 3 ഇയറിലും കറണ്ട് ഇയറിലും എന്ത് വന്നിട്ടുണ്ട്? ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എത്ര വരുന്നുണ്ട്? ഒരു 14,500 നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അല്ലേ? അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഇയേഴ്സും വരുന്നുണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. എന്ത്? നെക്സ്റ്റ് ഇയർ പറയുമ്പോൾ 2026ലും എന്ത് വരാം? ബാഡ് ഡെപ്റ്റ് നമുക്ക് വരാം എന്നില്ല അല്ലേ? അക്കാര്യം നമുക്ക് എന്ത് ചെയ്യാം? ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം അല്ലേ? മുൻകൂട്ടി മനസ്സിലാക്കി കൂട്ടറാ, മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ വർഷം തന്നെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യാണ്? ഇപ്പോൾ ഈ വർഷം അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യാണ്? അടുത്ത വർഷം വരാൻ പോകുന്ന അല്ലേ, അല്ലെങ്കിൽ വരുന്ന നമ്മൾ മുൻകൂട്ടി കണ്ട ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു സെർട്ടൺ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ശ്രദ്ധിക്കുക, എത്രയാണ്? 14,500. ഓക്കെ ആണോ? ആക്ച്വലി നമുക്ക് എത്ര ഉണ്ടായിരുന്നു പ്രോഫിറ്റ് ഈ വർഷം? 67,000 ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ നിന്നൊരു 14,500 കൂടെ എടുത്തിട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ ആടാ. ബാക്കിയുള്ള എമൗണ്ട് എത്ര? 52,500 എന്ത് ചെയ്യും? ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അല്ലേ, ഓണേഴ്സിന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യണം? വിധിച്ചു കൊടുക്കുക 52,500. ഈ 14,500 കൂടെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് നിർത്തിയിട്ട് മാറ്റി വെക്കും. മാറ്റി വെക്കുന്ന എങ്ങോട്ടായിരിക്കും? ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റി വെക്കും. ഓക്കെ ആടാ. അതാർക്കെങ്കിലും എടുത്ത് കൊടുക്കുകയാണോ? അല്ല, ജസ്റ്റ് എടുത്തിട്ട് മാറ്റി വെക്കുന്ന. എന്ത് പേരിലാണ് മാറ്റി വെക്കുക? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഓക്കെ, ഇനി നമ്മളങ്ങനെ മാറ്റി വെച്ചു. 2025 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ എല്ലാം ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത്. ഓക്കെ, നമ്മൾ ഏത് ഇയർക്ക് എത്തി? 2026 എത്തി. ഓക്കെ ആടാ, 2026 ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ? ആ വർഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഇനി 2026 ഒരു 14,500 എന്ത് വന്നിട്ടുണ്ട്? ബാഡ് ഡെപ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ 14,500 ശ്രദ്ധിക്കുക. 2026 അല്ലേ? ഓക്കെ, 2026 നമ്മൾ എന്ത് ചെയ്യണം? 2026 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. 2026 ഇൻകം എത്രയാണ്? 3,20,000 ആണ്. എക്സ്പെൻസ് 2,75,000 ആണ്. ശ്രദ്ധിക്കുക, ഈ വർഷം എന്ത് വന്നു? 2026 ബാഡ് ഡെപ്റ്റ് വന്നു. എത്രയാണ്? 14,500 കേട്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സാമ്പിൾ എടുത്താണ്. ഇതിൽ കൂടാൻ കുറയാം. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ 14,500 എടുത്തു. നമ്മൾ എന്ത് ചെയ്യണം? ബാഡ് ഡെപ്റ്റ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കണ്ടേ? എടാ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണ്ട. അപ്പോൾ അതിനാണ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കഴിഞ്ഞ വർഷം ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അല്ലേ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി ഒരു എമൗണ്ട് എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. എന്ത് പേരിൽ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റി വെച്ചിട്ടുണ്ട്. അതെവിടെ കിടക്കുന്നുണ്ട്? നമ്മളെ ബാലൻസ് ഷീറ്റിനകത്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാലൻസ് അവിടെ കിടക്കുന്നുണ്ട് അല്ലേ? 14,500 പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 26 വരുന്ന ഈ ലോസ് അല്ലേ, ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ ലോസ് അഗെയിൻ 2026 ലോസ് വന്നു, ബാഡ് ഡെപ്റ്റ് വന്നു. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ മാറ്റി വെച്ച അക്കൗണ്ട് ഉണ്ടല്ലോടാ, അതൊക്കെ അങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറഞ്ഞാൽ എത്ര കിടക്കേണ്ട അവിടെ? 14,500. അതൊക്കെ എന്ത് വരും? ഈ വർഷത്തെ ബാഡ് ഡെപ്റ്റ് നമ്മൾ അങ്ങോട്ട് സെറ്റ് ഓഫ് ചെയ്തു. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ടാവും? 0. ഓക്കെ, അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 2026 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വീണ്ടും പോയിട്ട് എന്ത് ചെയ്യണ്ട? ഈ 14,500 ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കട്ടോ, ഇതെന്തിനെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ 2025 നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് പ്രൊവിഷനൊക്കെ മാറ്റി വെച്ചു, 14,500 മാറ്റി വെച്ചു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്തു. 2026 ഇൻകം എക്സ്പെൻസും ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻകം എത്രയുണ്ട്? 3,20,000. ഓക്കെ, 2026 എക്സ്പെൻസ് 3,60,000 വരുന്നുണ്ട്. ഓക്കെ, ഇത് ബാഡ് ഡെപ്റ്റും ബാക്കിയൊന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല കേട്ടോ. അതല്ലാത്ത എക്സ്പെൻസ് 3,60,000 വരുന്നുണ്ട്. അവിടെ ലോസ് എത്ര ആയിരിക്കും?
അവിടെ പ്രോഫിറ്റ് ആയിരിക്കുമോ? അല്ല, കാരണം ഇൻകം ആകെ 3,20,000 ഉള്ളൂ. അവിടെ എക്സ്പെൻസ് എത്ര വന്നു? 3,60,000 വന്നു. സോ അവിടെ എന്തായിരിക്കും? ലോസ് ആയിരിക്കും അല്ലേ? 40,000 ലോസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2025 ഇവിടെ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് മാറ്റി വെച്ചില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അവിടെ ഇങ്ങനെ എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചില്ല. ഏത് ഇയറിൽ? 2025. എന്ത് സംഭവിക്കുക? 2026 എന്ത് വരും? ഒരു ബാഡ് ഡെപ്റ്റ് വരും. ഓക്കെ, അപ്പോൾ ഈ ബാഡ് ഡെപ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള പ്രൊവിഷൻ അക്കൗണ്ട് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല, നമ്മൾ കഴിഞ്ഞ വർഷം മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുക? ഈ ബാഡ് ഡെപ്റ്റ് നമ്മൾ എവിടെ കൊടുന്നിട്ട് കുറക്കേണ്ടി വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊടുന്നിട്ട് അല്ലേ, ലോസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഇപ്പോൾ കമ്പനി ലോസിലാണ് നിൽക്കുന്നത് അല്ലേ? 3,20,000 ഇൻകം, 3,60,000 എക്സ്പെൻസ്. സോ 40,000 അവിടെ ലോസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം 2025 പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് വരും ഇവിടെ? ബാഡ് ഡെപ്റ്റിൻ്റെ ലോസ് എത്ര വരും? 14,500 ഇവിടെ വരുമ്പോൾ ഒരു വർഷത്തെ ടോട്ടൽ ലോസ് എത്രയാവും? 54,500. ഹ്യൂജ് ലോസൊക്കെ പോവുക. ഓക്കെ ആണടാ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനൊരു കൺവെൻഷൻ അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ത് ചെയ്തിട്ടുള്ളത്? കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും കണ്ടുകൊണ്ട് എന്ത് ചെയ്യണ്ട, പിന്നെ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാഡ് ഡെപ്റ്റിൻ്റെയും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിൻ്റെയും എല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ? നോക്കിക്കോട്ടോ. എന്താ പറയുന്നത്? എ കമ്പനി ഈസ് ഇൻവോൾവ്ഡ് ഇൻ എ ലോ സ്യൂട്ട് അല്ലേ, വേർ ഇറ്റ് മൈറ്റ് ഹാവ് ടു പേ 1 lakh in damages. Since this is a potential loss, it should be recorded as a contingent liability in the financial statement. എന്താ പറയുന്നത്? ശ്രദ്ധിക്കുക, നമ്മൾ ഇയർ ഏതാണ്? 2025 ആണല്ലേ. ഓക്കെ, 2025 കമ്പനിക്ക് അല്ലേ, നമ്മൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കേസ് നടന്നുകൊടുക്കുന്നുണ്ട്. കസ്റ്റമർ കൊടുത്ത കേസാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ അല്ലേ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുവന്ന കേസാവാം. ഓക്കെ, എന്തായാലും 2025 അതിൻ്റെ കേസ് നടന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്ത്? ആ കേസ് നമ്മൾ ഫെയിൽ ആവുകയെന്നുണ്ടെങ്കിൽ ആ കേസിൻ്റെ ഫൈനൽ ഹിയറിംഗ് വരുന്നത് നെക്സ്റ്റ് ഇയറിലാണ്, 2026 വരുന്നുള്ളൂ. ഓക്കെ, പക്ഷേ നമുക്ക് ഈ വർഷം തന്നെ അറിയാൻ പറ്റും എന്ത്? അതിൽ നമ്മൾ ഫെയിൽ ആവുകയെന്നുണ്ടെങ്കിൽ ഫെയിൽ ആവാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫെയിൽ ആവുകയാണെങ്കിൽ ഒരു 1 lakh ഡാമേജ് അല്ലേ, നമ്മൾ നഷ്ടപരിഹാരമായിട്ട് അവിടെ കൊടുക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണത്? ലോസാണ് അല്ലടാ, ഒരു വലിയൊരു എക്സ്പെൻസ് ആണത്. ഓക്കെ, അപ്പോൾ അത് നെക്സ്റ്റ് ഇയറിൽ ഈ കേസിൻ്റെ ഫൈനൽ വന്നാൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്നില്ല. കാര്യം എപ്പോൾ അറിയാം? 2025 അറിയാം. നമ്മളെപ്പോഴാണ് കൊടുക്കുകയുള്ളൂ? ശരിക്കും 2026 കൊടുക്കുകയുള്ളൂ. പക്ഷേ കാര്യം നമുക്കിപ്പോൾ തന്നെ അറിയാലോ. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എന്ത് ചെയ്യണം? കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം എന്നാണ് പറയുന്നത്. കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഈ വർഷം തന്നെ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെയാണോ? ഇനി നേരെ തിരിച്ച്, ഹവർ ഇഫ് ദ കമ്പനി എക്സ്പെക്റ്റ് ടു വിൻ എ ലോ സ്യൂട്ട് ആൻഡ് റിസീവ് 1 lakh. നേരെ തിരിച്ചാണെങ്കിലോ നമുക്കറിയാൻ പറ്റും ആ കേസ് അധികം നിൽക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടാണ് വരിക എന്നുള്ളത്. ഓക്കെയാണോ? ഈ വർഷം വരുമോ? വിധി ഈ വർഷം വരുന്നുണ്ടോ? ഇല്ല, നെക്സ്റ്റ് ഇയറിലേ വരുന്നുള്ളൂ. ഓക്കെ, പക്ഷെ നമുക്കറിയാം എന്ത്? അത് നമുക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് അനുകൂലമായിട്ടാണ് വിധി വരിക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ കമ്പനിക്ക് എത്ര രൂപ കിട്ടും? 1 lakh കിട്ടും. എപ്പോൾ കിട്ടും? നെക്സ്റ്റ് ഇയറിൽ. ഓക്കെയാണോ? ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ഇല്ല, നെക്സ്റ്റ് ഇയറിൽ കിട്ടുന്നില്ല കാര്യം അറിയാം. അത് പോയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യണോ? പ്രസൻറ്റ് ചെയ്യണോ? അക്കാര്യം കാണിക്കണോ? ഡിസ്ക്ലോസ് ചെയ്യണോ? വേണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. അപ്പോൾ എന്താ പറഞ്ഞത്? കൺസർവേറ്റിസം എന്താ പറയുന്നത്? ആൻറ്റിസിപ്പേറ്റഡ് ഫ്യൂച്ചർ ലോസസ് അല്ലേ, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യണം. എന്നാൽ ഗെയിൻ ആണെങ്കിലോ, അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഗെയിൻസ്, ഇൻകംസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത് കൺസർവേറ്റിസം. അപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ എന്ത് ചെയ്യുക? നോക്കാം കേട്ടോ. കൺസർവേറ്റിസത്തിൽ ലാസ്റ്റായിട്ട് ഒരു എക്സാമ്പിൾ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ നമ്പർ 3, വാലുവേഷൻ ഓഫ് ഇൻവെൻട്രി. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചെയ്യും? നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗുഡ്സ് അല്ലേ, പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. ഓക്കെ, അത് പർച്ചേസ് ചെയ്യും, ഒരു പർച്ചേസ് പ്രൈസിൽ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അത് കമ്പനിയിൽ കൊടുത്തിട്ട് സെയിൽ നടത്തുന്നത്. ഓക്കെ, ഈ വാങ്ങിച്ച എല്ലാ ഗുഡ്സും എന്തായിക്കൊള്ളുന്നില്ല? വിറ്റ് പോയിക്കൊള്ളുന്നില്ല ഇല്ലടാ. അപ്പോൾ നമ്മൾ ഒരു പീരീഡ് എൻഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ പീരിയോഡിസിറ്റി കോൺസെപ്റ്റിൽ പഠിച്ചു അല്ലേ. ഇപ്പോൾ ഒരു 1 year കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആ ക്ലോസ് ചെയ്യുന്ന ടൈമിൽ
എന്തുണ്ടാവാം, വിൽക്കാതെ കിടക്കുന്ന കുറച്ച് ഗുഡ്സ് ഉണ്ടാവാം. നമ്മളൊരു 10 അല്ലെങ്കിൽ ഒരു 100 പ്രൊഡക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വിൽക്കാൻ വേണ്ടിയിട്ട് ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ ആ ബുക്ക് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നോക്കുന്ന ടൈമിൽ നമ്മൾ 100 പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് വിറ്റിട്ടില്ല. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 60 വിറ്റ് പോയിട്ടുള്ളൂ. ബാക്കി 40 എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ സ്റ്റിൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ 40 നമ്മൾ എന്ത് ചെയ്യണം, ബുക്കിൽ അല്ലടാ കാണിക്കണ്ടേ. നെക്സ്റ്റ് ഇയറിൽ നമുക്കത് വിറ്റിട്ട് എന്ത് ചെയ്യാം അല്ലേ, ഇൻകം ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഈ വർഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ബുക്കിൽ കാണിക്കും അല്ലേ, ബുക്കിനകത്ത് കാണിക്കും. ഈ ക്ലോസിങ് സ്റ്റോക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെൻട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇൻവെൻട്രി അല്ലെങ്കിൽ ഈ ക്ലോസിങ് സ്റ്റോക്കിനെ ഏത് വാല്യൂവിലാണ് എന്ത് ചെയ്യുക, ബുക്കിനകത്ത് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കാം. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2025 അല്ലേ, നമ്മൾ ഇയർ 2025 ഓക്കെ, നമ്മൾ കമ്പനി എന്ത് ചെയ്തു, പർച്ചേസ്ഡ് AC അല്ലേ, AC എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഓക്കെ, നമ്മളെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, AC വാങ്ങുന്നു അത് വിൽക്കുന്നു. ഓക്കെ ആണോ. ഒരു 10 AC എന്ത് ചെയ്തു, കമ്പനി പർച്ചേസ് ചെയ്തു. എത്ര രൂപക്കാണ് പർച്ചേസ് ചെയ്തത്, 25,000. ഒന്നിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 25,000 എന്ത് ചെയ്യുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും, 2,50,000. ഓക്കെ, ഇനി എന്ത് ചെയ്തു, കമ്പനി ഈ വർഷം അതിനകത്തുനിന്ന് ഒരു 6 AC വിറ്റു. ഓക്കെ, എത്ര രൂപ വിറ്റത്, 25,000 വിൽക്കുക, അല്ല 25,000 നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ വിൽക്കുമ്പോൾ എന്ത് ചെയ്യണം, കോസ്റ്റിൻ്റെ കൂടെ കുറച്ച് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് എത്ര രൂപ വിറ്റത്, 32,000. ഒന്നിന് 32,000 വെച്ചിട്ട് എത്ര കിട്ടും, 1,92,000 രൂപക്കാണ് എന്ത് ചെയ്തത്, ടോട്ടൽ സെയിൽ നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ 2025 എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 10 ആകെ 6 വിറ്റിട്ടുള്ളൂ. ബാക്കി എത്ര ഉണ്ട്, സ്റ്റിൽ കമ്പനിയിൽ 4 കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 കമ്പനീൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക്. ഓക്കേടാ, അപ്പോൾ അതിൻ്റെ ഈ 4 കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വാല്യൂ നമ്മൾ ബുക്കിനകത്ത് കാണിക്കുക ഏത് വാല്യൂലായിരിക്കും, നമ്മളെ ക്ലോസിങ് സ്റ്റോക്ക് നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. 4 ഈ 32,000 വെച്ചിട്ടാണ് കാണിക്കുക. ഇത് സെല്ലിംഗ് പ്രൈസാണ്, ഇതിലെല്ലാം ഒരിക്കലും കാണിക്കുക. നമ്മളെ കോസ്റ്റ് എത്രയാണോ, ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്ന കോസ്റ്റ് എത്രയാണ്, 25,000. ഓക്കെ, അപ്പോൾ ആ വാല്യൂയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബുക്കിൽ കാണിക്കട്ടെ. അപ്പോൾ ഒന്നിൻ്റെ കോസ്റ്റ് എത്രയാണ്, 25,000. അങ്ങനെയാണെങ്കിൽ 4 കോസ്റ്റ് 1 lakh. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക്, നോർമൽ കേസ്. ഓക്കെ, പക്ഷേ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇതിനകത്തും എന്ത് വരുന്നുണ്ട്, കൺസർവേറ്റിസം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കൺസർവേറ്റിസം പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് മാത്രം നോക്കിയാൽ പോരാ, ഈ സ്റ്റോക്കിൻ്റെ കോസ്റ്റ് മാത്രം നോക്കിച്ചാൽ പോരാ. ഓക്കെ ആണോ, ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത് അല്ലേ, വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത എമൗണ്ടാണ്, ഇത് മാത്രം കൺസിഡർ ചെയ്താൽ പോരാ. എന്താ പറയുന്നത്, എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് വാല്യൂ എടുക്കണം എന്നാണ് പറയുന്നത്. അക്കൗണ്ട്സ് എന്താ പറയുന്നത് നോക്കിക്കോ, കോസ്റ്റ് ഓർ NRV. NRV എന്താണ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ, അല്ലെങ്കിൽ എന്ത് പറയാം, മാർക്കറ്റ് വാല്യൂ അല്ലേ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ACൻ്റെ മാർക്കറ്റിലുള്ള വാല്യൂ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ലോവർ ഏതാണോ ആ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്ലോസിങ് സ്റ്റോക്കിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിലാണ് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. കൺസർവേറ്റിസം കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെയാണോ, കൺവെൻഷൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മളെന്ത് ചെയ്യും, 31 December 2025 എന്ത് ചെയ്യാണ്, ബുക്ക് ക്ലോസ് ചെയ്യാണ്. ആ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ 4 AC കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യണം, ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. അത് ഏത് വാല്യൂവിൽ കാണിക്കണം എന്നാണ് ഞാൻ അടുത്ത് നോക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്നുണ്ട്, കോൺസെപ്റ്റ് എന്ത് പറയുന്നുണ്ട്, കോസ്റ്റ് ഓർ NRV. ഇതിനകത്ത് ലോവർ അല്ലേ, ഏതാണോ വാല്യൂ അതാണ് എടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് എത്രയാണ്, 25,000 ആണ് ഒന്നിൻ്റെ കോസ്റ്റ്. അങ്ങനെ 4 1 ലക്ഷം. ഓക്കെ, മാർക്കറ്റ് വാല്യൂ എത്ര ആയിട്ടുണ്ടാ, 22,000 ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ 25,000 കൊടുത്ത് വാങ്ങിച്ച ആ ACൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്ര ഉള്ളൂ, 22,000 ഉള്ളൂ. ഓക്കെ ആണോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ, ഓക്കെ ആണോ, ഈ പ്രൊഡക്റ്റിൽ ഇനി അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇനി വാങ്ങിക്കുകയാണെങ്കിൽ അതിനാകെ എത്രയേ കിട്ടുള്ളൂ, മാക്സിമം 22,000 കിട്ടുള്ളൂ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 22,000 ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിലക്ക് നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളത്, വിൽക്കാൻ പറ്റുള്ളൂ. എപ്പോൾ, നെക്സ്റ്റ് ഇയറിൽ. ഓക്കെ ആണോ, അത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു നഷ്ടം വരൂലേ, നഷ്ടം വരും. എപ്പോൾ വരും, ഈ വർഷം വരുന്നുണ്ടോ, ഇല്ല, 2025 നമ്മൾ നിൽക്കുന്നത്. നെക്സ്റ്റ് ഇയർ 2026 നിങ്ങളിത് വിൽക്കുമ്പോൾ, ഓക്കെ ആണോ, നിങ്ങൾ 25,000 വാങ്ങിച്ച ആ 4 AC നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബാക്കിയുണ്ട്. അത് നെക്സ്റ്റ് ഇയർ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ, 22,000 കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വാങ്ങിക്കാൻ തന്നെ 25,000 ആയിട്ടുണ്ട്. ഇനി അത് വിറ്റാകെ കിട്ടുക 22,000 കിട്ടുള്ളൂ. ഓക്കെ ആണോ, 32,000 വിൽക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ വാല്യൂ എത്ര ഉള്ളൂ, 22,000 ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ എന്ത് വരും, ഒരു 3,000 പെർ AC നിങ്ങൾക്ക് എന്ത് വരും, നഷ്ടം വരും.
ഓക്കെയാണോ? നഷ്ടം വരും. എപ്പോൾ വരും? നെക്സ്റ്റ് ഇയറിൽ വരും. അത് നമ്മൾ എപ്പോൾ തന്നെ മനസ്സിലാക്കി? ഇപ്പോൾ അല്ലേ, ഈ വർഷം 2025 എന്ത് ചെയ്യാണ്? ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. ഓക്കെയാണോ? അപ്പോൾ നിങ്ങൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ ഏത് വാല്യൂലാണ് കാണിക്കേണ്ടത്? അതാണ് ഇവിടെ പറയുന്നത്. കോസ്റ്റ് NRV അതിനകത്ത് ലോവർ അല്ലേ, കോസ്റ്റ് മാർക്കറ്റ് വാല്യൂ ലോവർ. കോസ്റ്റ് എത്രയാണ്? 25,000. മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 22,000. ലോവർ ഏതാണ്? 22,000. ഓക്കെയാണോ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര കാണിക്കണം? 4 AC ആണുള്ളത്. ഒന്നിന് 22,000 വെച്ചിട്ട് 88,000. അല്ലാണ്ട് ഏതല്ല? 1,00,000 അല്ല. മനസ്സിലായടാ? നമുക്ക് അവിടെ നഷ്ടം വരാനുണ്ട്. ഓക്കെ, ഏത് ഇയറിലാണ് വരിക? നെക്സ്റ്റ് ഇയറിലാണ് വരിക അല്ലേ. ഇത് വിൽക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? 22,000 കിട്ടുള്ളൂ. നമുക്ക് എത്ര കിട്ടണം? മിനിമം എത്രയെങ്കിലും കിട്ടണം. നമുക്ക് 25,000 കിട്ടിയാലാണ് അവിടെ പ്രോഫിറ്റും ലോസ് ഇല്ലാതെ നമുക്ക് സെയിൽ നടത്താൻ പറ്റുള്ളൂ. പക്ഷെ അത് കിട്ടുന്നുണ്ടോ? ഇല്ല, അതുപോലും കിട്ടുന്നില്ല. 25,000 പോലും കിട്ടുന്നില്ല. ശരിക്കും നമ്മൾ വിൽക്കുന്നത് 2025 വിൽക്കുന്നത് 32,000 ഓക്കെ. അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റും കിട്ടുന്നുണ്ട്, നമ്മളെ കോസ്റ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഇനി അത് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് വിൽക്കാൻ പറ്റുക 22,000 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? നഷ്ടമാണ്. ഏത് ഇയറിൽ? 2026 നഷ്ടം വരാനുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം തന്നെ മനസ്സിലാക്കി, ഇപ്പം തന്നെ എന്ത് ചെയ്യണം? ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്? 1,00,000 കൊടുത്ത് നമ്മൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കണുള്ളൂ? 88,000 കാണിക്കണുള്ളൂ. ഓക്കെയാണടാ? അപ്പോൾ ഇതും ഏതിൻ്റെ ഒരു എക്സാമ്പിളാണ്? കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. മാക്സിമം എക്സാമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാവുന്നതാണ് കേട്ടോ.